ശരവണഭവ. എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഈ വരുന്ന വെള്ളിയാഴ്ച ജൂൺ 6-ാം തീയതിയാണ് 666 പോർട്ടൽ ഓണാകുന്നത്. നമ്മൾ എല്ലാ മാസവും 111, 122, 333 പോർട്ടലിനെ കുറിച്ചൊക്കെ വീഡിയോ ഇടുന്നത് കൊണ്ട് തന്നെ എല്ലാവർക്കും എന്താണ് ഈ ഒരു 666 പോർട്ടൽ എന്ന് പറഞ്ഞപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. അതായത് 666 ജൂൺ 6 ആറാമത്തെ മാസം, അതാണ് 666 പോർട്ടലിൻ്റെ അർത്ഥമെന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഈ ഒരു ദിവസം നമ്മളുടെ എന്തൊരാഗ്രഹവും അത് പ്രപഞ്ചത്തിനോട് പറഞ്ഞ് നമുക്ക് സാധിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ദിവസമാണ്. യാതൊരു വിധത്തിലുമുള്ള റെസ്ട്രിക്ഷൻസ് ഇല്ലാതെ പൂജകൾ നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങൾ സാധിച്ചെടുക്കാവുന്നതാണ്. എന്താണ് ഈ ഒരു 666 ഏഞ്ചൽ നമ്പറിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, 666 ഗാർഡിയൻ ഏഞ്ചൽസ് ഉണ്ട്. അതായത് ഓരോ ഏഞ്ചൽ നമ്പറിനും ഓരോ ഏഞ്ചൽസ് ഉണ്ട്. അവരിൽ നമ്മൾ വിശ്വസിച്ച് നമ്മുടെ ആഗ്രഹങ്ങളെ നമ്മൾ പ്രപഞ്ചവുമായിട്ട് അലൈൻ ചെയ്യുകയാണ്, സംയോജിപ്പിച്ച് നമ്മൾ നമ്മുടെ ആഗ്രഹത്തെ നേടിയെടുക്കുക എന്നുള്ളതാണ് ഈ ഒരു 666 എന്നതിനെക്കുറിച്ച് അർത്ഥമാക്കുന്നത്. 6 എന്ന നമ്പർ സൂചിപ്പിക്കുന്നത് ശുക്ര ഗ്രഹത്തെയാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അതായത് വീനസുമായിട്ട് ബന്ധപ്പെട്ടാണ് 6 എന്ന നമ്പർ ഇരിക്കുന്നത്. അതുമാത്രവുമല്ല, നമ്മുടെ ചിന്തകളെയും വികാരങ്ങളെയും വിചാരങ്ങളെയും ഒക്കെ നേരായ വഴിക്ക് എത്തിക്കാനായിട്ടുള്ളൊരു കഴിവും ഈ ഒരു 6 എന്ന് പറയുന്ന നമ്പറുണ്ട്. അപ്പം നമ്മൾ ഈ ഒരു 666 മാനിഫെസ്റ്റേഷൻ പോർട്ടൽ ഓണാവുന്നത് ഞാൻ പറഞ്ഞു ജൂൺ 6 വെള്ളിയാഴ്ചയാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, ജൂൺ 6 എന്ന് പറയുന്നത് വന്നിരിക്കുന്നത് വെള്ളിയാഴ്ച ദിവസമാണ്. വെള്ളിയാഴ്ച ശുക്രഭഗവാന്റെ ദിവസമാണ്. അതിൽ തന്നെ രാവിലെ 6 മുതൽ 7 വരെയുള്ള ശുക്രഹോര സമയത്താണ് നമ്മൾ ഈ ഒരു കാര്യം ചെയ്യാനും പോകുന്നത്. അപ്പം ഇതെല്ലാം കൂടി കോയിൻസിഡൻസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം നിങ്ങളിതിപ്പം ഈ പറയുന്നത് പോലെ രാവിലെ 6 to 7 ആ ഒരു സമയം, ഞാൻ ആ കംപ്ലീറ്റ് സമയമല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്, രാവിലെ 6 AM ഒരു സമയം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ആ സമയത്ത് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വൈകിട്ട് 6 PM ചെയ്യാം. പക്ഷേ ഏറ്റവും നല്ലത് 6 AM ചെയ്യുന്നതാണ്. കാരണം വെള്ളിയാഴ്ച രാവിലെ 6 to 7 എന്ന് പറയുന്നത് ശുക്രഹോരയാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു സമയത്ത് ചെയ്യുക എന്നുള്ളതാണ് ഇവിടുത്തെ മെയിനായിട്ടുള്ളൊരു പോയിൻ്റ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഞാനിവിടെ 2 കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൽ പീരിയഡ്സ്, പുലവാലായ്മ, നോൺ വെജ് കഴിച്ചു, കുളിച്ചിട്ടില്ല, ഈ വക യാതൊരു കാര്യങ്ങളും നിങ്ങളെ ആരെയും ബാധിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ ആർക്ക് വേണമെങ്കിലും ഈ ഒരു വീഡിയോ കാണുന്ന ഏതൊരു വ്യക്തിക്കും വെള്ളിയാഴ്ച നിങ്ങളുടെ ആഗ്രഹം എഴുതിയെടുത്ത് പ്രപഞ്ചത്തിനോട് ചോദിച്ച് സാധിച്ചെടുക്കാവുന്നതാണ്. അപ്പം നമുക്കത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ മുഴുവനായിട്ട് കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. അപ്പോൾ 6-ാം തീയതി രാവിലെ ഒരു 6 മണിയൊക്കെ ആകുമ്പോൾ നിങ്ങൾ അലാറം വെച്ച് എഴുന്നേൽക്കണം. എഴുന്നേറ്റതിന് ശേഷം ഒന്ന് ഫ്രഷായിട്ട്, കുളിക്കണമെന്നൊന്നുമില്ല, രാവിലെ നിങ്ങൾ കുളിക്കും. നിങ്ങൾക്ക് അങ്ങനത്തെ രാവിലെ എഴുന്നേറ്റുടനെ കുളിക്കുന്ന ശീലമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഒരു A4 ഷീറ്റ് വൈറ്റ് കളർ പേപ്പർ എടുക്കണം. ഇനിയിപ്പം നിങ്ങളുടെ കയ്യിൽ A4 ഷീറ്റ് ഇല്ലെങ്കിൽ മക്കളുടെ ബുക്കിൽ നിന്നാണെങ്കിലും ഒരു പേപ്പർ എടുത്താൽ മതിയാകും. പക്ഷേ ലൈൻസ് ഒന്നും ഇല്ലാത്ത പേപ്പറാണ് ഏറ്റവും നല്ലത്. അങ്ങനെ ഒരു പേപ്പർ എടുത്തതിന് ശേഷം നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് അതിന് മുകളിലായിട്ട് 666 എന്ന് നിങ്ങൾ എഴുതണം. അത് എഴുതുന്ന മഷി എന്ന് പറയുന്നത് ഗ്രീൻ കളറായിരിക്കണം. ഇവിടെ വേറെ യാതൊരു വിധത്തിലുള്ള ഇങ്കും ഉപയോഗിക്കാൻ പാടില്ല. ഗ്രീൻ കളർ മാർക്കറോ സ്കെച്ച് പെന്നോ എന്തായാലും കുഴപ്പമില്ല, ഗ്രീൻ കളർ വേണം. ആദ്യം തന്നെ 666 എന്ന് എഴുതിയതിന് ശേഷം നിങ്ങളുടെ ആഗ്രഹം, നിങ്ങൾക്ക് വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആഗ്രഹം അത് എന്തായാലും ഒറ്റ വാക്കിലെഴുതുക, ഒറ്റ വേർഡിലെഴുതുക. ഇപ്പം പൈസ വേണമെന്നുണ്ടെങ്കിൽ എത്രയാണ് വേണ്ടത്? 1 ലക്ഷമാണെങ്കിൽ 1 ലക്ഷം. ആരോഗ്യമാണ് വേണ്ടതെങ്കിൽ ആരോഗ്യം, സന്തോഷമാണെങ്കിൽ സന്തോഷം, സമാധാനമാണെങ്കിൽ സമാധാനം, ഐശ്വര്യമാണെങ്കിൽ ഐശ്വര്യം. അതുപോലെ ഇനി പൈസ മതി എന്നുണ്ടെങ്കിൽ ധനം, വീടാണെങ്കിൽ വീട്, വാഹനമാണെങ്കിൽ വാഹനം. എന്താണോ നിങ്ങൾക്ക് വേണ്ടത് അത് ഒരു ഒറ്റ വാക്കിൽ മാത്രം അവിടെ എഴുതുക. അല്ലാതെ എനിക്കിത് വേണം എന്ന് നമ്മൾ എഴുതുന്നില്ല. നമുക്ക് വേണ്ടത് അതിനെ പർട്ടിക്കുലർ ആ ഒരു വേർഡ് മാത്രമാക്കിയിട്ട് നമ്മളിവിടെ എഴുതുക. അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ വിഷ് 1 വേർഡിൽ എഴുതാൻ വേണ്ടിയിട്ട്.
അപ്പം അതിൽ കൂടുതലൊന്നും ചെയ്യരുത്. അപ്പം എഴുതുമ്പം നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ നമ്മൾക്കത് കിട്ടി എന്നുള്ളത് നമ്മുടെ മനസ്സിൽ നമ്മൾ കണ്ടുകൊണ്ട് വേണം ആ ഒരു വാക്ക്. അതും വെറും 6 തവണ മാത്രം നമ്മൾ നമ്മുടെ ആ ഒരു ആഗ്രഹം ഇവിടെ എഴുതിയാൽ മതിയാവും. അപ്പം നിങ്ങളിത് തുടങ്ങേണ്ടത് കറക്റ്റ് 6:06 AM അതായത് രാവിലെ 6:06 AM. ആ സമയത്ത് തുടങ്ങുക എന്നുള്ളതേ ഉള്ളൂ. തീരുന്നത് എപ്പോഴും ആയിക്കോട്ടെ, പക്ഷെ കറക്റ്റ് ആ 6:06 AM തന്നെ നമ്മൾ ഇത് എഴുതാൻ തുടങ്ങിയിരിക്കണം. ആ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ഇനിയിപ്പോൾ രാവിലെ 6:06 AM നിങ്ങൾക്ക് എഴുതാൻ സാധിച്ചില്ല എന്നാണെങ്കിൽ വൈകിട്ട് 6:06 PM എഴുതാം. ഇനി രാവിലെ നിങ്ങൾക്ക് ഒരാഗ്രഹം എഴുതി വൈകിട്ട് നിങ്ങൾക്ക് വേറൊരാഗ്രഹവും എഴുതാം. അതിൽ യാതൊരുവിധ തെറ്റുകളുമില്ല. അപ്പം അതാണ് നിങ്ങളിവിടെ ചെയ്യേണ്ടുന്ന കാര്യം എന്ന് പറയുന്നത്. ഒന്നെങ്കിൽ രാവിലെ അല്ലെങ്കിൽ വൈകിട്ട്. ഇനിയിപ്പോൾ 2 നേരവും നിങ്ങൾ എഴുതുന്നുണ്ടെങ്കിൽ 2 നേരവും നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. അപ്പം അത് നമ്മളിവിടെ ചെയ്തു കഴിഞ്ഞു. ഇനി രണ്ടാമതായിട്ട് ചെയ്യേണ്ടുന്ന മറ്റൊരു കാര്യം, അത് ഇതിനോട് തന്നെ ചേർന്ന് പോകുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് സന്ധ്യയ്ക്ക് 8 മുതൽ 9 മണി വരെയുള്ള ആ ഒരു ശുക്രഹോര സമയമുണ്ടല്ലോ, ആ ഒരു സമയത്താണ് നമ്മൾ ഇനി അടുത്തത് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 6 തുളസി ഇലകൾ എടുക്കണം. ഇലകൾ എടുക്കുമ്പം സാമാന്യം വലിപ്പമുള്ള തുളസി ഇലകൾ നോക്കിയെടുക്കാനായിട്ട് ശ്രമിക്കണം. ഇത് ഇപ്പോൾ പീരിയഡ്സ് ഒക്കെ ആയിട്ടിരിക്കുന്നവരാണ്, പുലവാലായ്മയാണ്, നിങ്ങൾക്കിത് തൊടാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് നിങ്ങൾക്ക് പച്ച കളറിലെ പേപ്പർ എടുക്കാവുന്നതാണ് തുളസി ഇലയ്ക്ക് പകരം. ഇനിയിപ്പോൾ പച്ച കളർ ഞങ്ങളുടെ കയ്യിലില്ല എന്ന് പറയുന്നവർക്ക് വെള്ള കളർ എടുക്കാം. അതിനുശേഷം നിങ്ങൾ ആ തുളസി ഇലയിൽ അല്ലെങ്കിൽ നിങ്ങളെടുത്ത പേപ്പറിൽ എന്ത് ആഗ്രഹമാണോ നിങ്ങൾ രാവിലെ എഴുതിയത് അതേ ആഗ്രഹം ആ തുളസി ഇലയിൽ എഴുതുക. എല്ലാവർക്കും വ്യക്തമാകുന്ന രീതിയിൽ വളരെ വിപുലീകരിച്ച് വലുതായിട്ടൊന്നും എഴുതണം എന്നില്ല. ആ എഴുതി അതേ ആഗ്രഹം, ഇപ്പോൾ 10 ലക്ഷമാണെന്നുണ്ടെങ്കിൽ 10 ലക്ഷം, ഇനി 1 ലക്ഷമാണെങ്കിൽ 1 ലക്ഷം, വീടാണെങ്കിൽ വീട്, കാറാണെങ്കിൽ കാറ് എന്നുള്ളത് ചുമന്ന കളർ റെഡ് കളർ മാർക്കറോ സ്കെച്ച് പെന്നോ ഉപയോഗിച്ച് വേണം നമ്മൾ തുളസി ഇലയിൽ എഴുതാൻ. എഴുതുമ്പോൾ അത് കീറിപ്പോകാതൊക്കെ സൂക്ഷിച്ചോണം. അത് എഴുതേണ്ടുന്ന സമയം എന്ന് പറയുന്നത് നിങ്ങൾ 8 മുതൽ 9 മണി വരെ വെള്ളിയാഴ്ച വരുന്ന ശുക്രഹോര സമയത്ത് വേണം എഴുതാനായിട്ട്. അങ്ങനെ എഴുതണം. അങ്ങനെ എഴുതിയതിന് ശേഷം ഇപ്പോൾ പീരിയഡ്സും പുലവാലായ്മയും ഒന്നും ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ആ 6 തുളസിയിലയും എടുത്ത് നിങ്ങൾ പൂജാമുറിയിൽ, അതായത് വിളക്ക് കത്തിക്കുന്നിടത്ത് പോയി ലക്ഷ്മി ദേവിയുടെ പാദത്തിൽ സമർപ്പിക്കുമ്പോൾ വിളക്ക് കത്തിക്കണം. അതുപോലെ തന്നെ പൂജ ചെയ്യണമെന്നൊന്നുമില്ല. ഇനിയിപ്പോൾ നിങ്ങൾ ആ സമയത്ത് ശുക്രഹോര സമയത്ത് പൂജ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് ഇത് ചെയ്യാവുന്നതാണ്. ഇനി പീരിയഡ്സും പുലവാലായ്മയൊക്കെ ആയിട്ടിരിക്കുന്നവർ പച്ച കളറിലോ അല്ലെങ്കിൽ വൈറ്റ് കളർ പേപ്പറിലോ ആയിരിക്കുമല്ലോ എഴുതുക. അവർ ചെയ്യേണ്ടത് ഇത് കത്തിച്ച് പ്രപഞ്ചത്തിന് സമർപ്പിക്കണം. അതായത് ഈ 6 പേപ്പർ എന്ന് പറയുമ്പോൾ വളരെ കുഞ്ഞു പേപ്പറായിട്ട് കീറിയെടുത്താൽ മതിയാവും. നിങ്ങൾ എഴുതിയ അതേ ആഗ്രഹം അതിലെഴുതിയിട്ട് ഈ 6 പേപ്പറും കത്തിച്ച് പ്രപഞ്ചത്തിന് സമർപ്പിച്ച് എൻ്റെ ഈ ആഗ്രഹം സാധിച്ചു തന്നതിന് നന്ദി എന്ന് പറഞ്ഞ് വേണം നമ്മളിത് മഹാലക്ഷ്മിയുടെ പാദത്തിൽ സമർപ്പിക്കുവാനും അതേപോലെ തന്നെ പ്രപഞ്ചത്തിന് കത്തിച്ച് സമർപ്പിക്കുവാനും. അങ്ങനെ സമർപ്പിക്കണം. ഇനി നമ്മൾ എഴുതി വെച്ചിരിക്കുന്ന ആ പേപ്പർ ഉണ്ടല്ലോ, അതെന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് എല്ലാ ദിവസവും കണ്ണിന് കാണുന്ന ഒരിടത്തായിട്ട് കൊണ്ടുപോയി ഒട്ടിച്ച് വെക്കുക. ഇപ്പോൾ ഏറ്റവും കൂടുതൽ സമയം നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്നത് എവിടെയാണോ അവിടെ നമ്മൾ കാണുന്നത് പോലെ ഒട്ടിച്ച് വെക്കുക. അപ്പോൾ എപ്പോഴും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ അത് കാണുമ്പോൾ നമ്മൾ നമ്മുടെ ആ ഒരു വിഷയം മനസ്സിലോർക്കും. അങ്ങനെ വരുമ്പോൾ ഇത് പെട്ടെന്ന് ഫുൾഫിൽ ആവാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കും. അതാണ് നമ്മൾ ഇവിടെ ചെയ്യേണ്ടുന്ന കാര്യമെന്ന് പറയുന്നത്. പീരിയഡ്സ് പുലവാലായ്മയുള്ളവർ തുളസി ഇലയ്ക്ക് പകരം പേപ്പറാണ് എടുക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞു. ഇതൊക്കെ ശ്രദ്ധിക്കണം. ഇനി രാവിലെ നിങ്ങളൊരാഗ്രഹം എഴുതി, വൈകിട്ട് ഞങ്ങളൊരാഗ്രഹം എഴുതി, അപ്പം തുളസി ഇലയിലും പേപ്പറിലും എടുത്ത് കത്തിക്കണമോ എന്നൊരു സംശയം നിങ്ങൾക്കിവിടെ സ്വാഭാവികമായിട്ടും തോന്നും. അങ്ങനെയുള്ളവർ ചെയ്യേണ്ടത്, നിങ്ങൾ 2 നേരവും ആഗ്രഹം എഴുതിയവരാണെന്നുണ്ടെങ്കിൽ ഇതിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആഗ്രഹം സെലക്ട് ചെയ്യണം. കാരണം ഈ തുളസിയിലയിൽ എഴുതുന്നത് നമ്മൾക്ക് ഒറ്റ ആഗ്രഹം മാത്രമേ എഴുതി സമർപ്പിക്കാനായിട്ട് പറ്റുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതിലേതെങ്കിലും ഒരാഗ്രഹം എടുത്താൽ മതിയാവും. ഇനിയിപ്പം രാവിലെ എഴുതിയ അതേ ആഗ്രഹം എനിക്ക് വൈകിട്ടും എഴുതാമോ? അങ്ങനെ എഴുതാം, അതിലും തെറ്റൊന്നുമില്ല. എപ്പോഴും നമ്മൾ ഒറ്റ ആഗ്രഹത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്നതാണ് നല്ലത്. ഇനിയിപ്പോൾ രാവിലെയും വൈകിട്ടും വേറെ വേറെ എഴുതണം എന്നുണ്ടെങ്കിലും അതിലും തെറ്റുകളൊന്നും തന്നെയില്ല. അപ്പോൾ എല്ലാവരും ഇത് ചെയ്യണം. ഇനിയിപ്പം ഈ
തുളസി ഇലകൾ എന്ത് ചെയ്യണം എന്നൊരു സംശയമുണ്ടാകും. പിറ്റേ ദിവസം ശനിയാഴ്ച ഏകാദശിയാണ്. ആ തുളസി ഇലകൾ നമ്മൾ തലേ ദിവസം ശുക്രഹോര സമയത്ത് മഹാലക്ഷ്മിക്ക് സമർപ്പിച്ച അതേ തുളസി ഇലകൾ രാവിലെ നമ്മൾ എഴുന്നേറ്റ് ബ്രഹ്മ മുഹൂർത്തത്തിൽ നിങ്ങൾ എഴുന്നേൽക്കുന്നവരാണെങ്കിൽ എഴുന്നേറ്റ് കുളിച്ച് വന്നിട്ട് വാടിയതായിരിക്കും ആ തുളസി ഇലകൾ, എന്നാൽ പോലും അതേപോലെ എടുത്ത് ഭഗവാന് സമർപ്പിക്കുക. ഭഗവാന്റെ ഫോട്ടോയ്ക്ക് അടുത്തായിട്ട്, ഇനി നിങ്ങളുടെ വീട്ടിൽ വിഗ്രഹമാണെന്നുണ്ടെങ്കിൽ വിഗ്രഹത്തിനടുത്തായിട്ട്, ഭഗവാന്റെ പാദത്തിൽ ഒരിക്കലും നമ്മൾ സമർപ്പിക്കരുത്. കാരണം മഹാലക്ഷ്മി ദേവിക്ക് നമ്മൾ സമർപ്പിച്ചതാണ് ഈ തുളസി ഇലകൾ. അത് ഭഗവാന് വളരെയധികം പ്രിയപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഭഗവാന്റെ അടുത്തായിട്ട് ഒരു പാത്രത്തിലിട്ടോ അല്ലെങ്കിൽ ഭഗവാന്റെ അടുത്തായിട്ട് ഈ ഒരു തുളസി ഇലകൾ സമർപ്പിച്ച് വെച്ചിരിക്കുക. ഞായറാഴ്ച നിങ്ങൾക്ക് ഈ തുളസി ഇലകൾ എടുത്ത് തുളസി ചെടിയുടെ ചുവട്ടിൽ കുഴിച്ചിടാവുന്നതാണ്. ഇത്ര മാത്രമേ ഉള്ളൂ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ. തുളസിയില വാടിപ്പോയി എന്ന് പറഞ്ഞ് ആരും ടെൻഷൻ അടിക്കുകയൊന്നും വേണ്ട. തുളസിയില വാടിയാലും നമുക്ക് തുളസിയില ഭഗവാന് സമർപ്പിക്കാം. അതിലൊന്നും യാതൊരു തെറ്റുകളുമില്ല. പക്ഷേ പാദത്തിൽ മാത്രം സമർപ്പിക്കാതെ ശ്രദ്ധിച്ചാൽ മതിയാകും. അപ്പം നിങ്ങൾ അടുത്തായിട്ട് വെച്ച് കൊടുത്താൽ മതി ഭഗവാന്. എന്നിട്ട് ഭഗവാനോടും പ്രാർത്ഥിക്കണം. എല്ലാവരും ഇത് ചെയ്തു നോക്കണം. എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ. ഓം ശരവണഭവ.